ഹായ് ഇസ് മൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബ്ലാക്ക് ടേബിൾ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നൊരു വിശേഷം, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ഫസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. കളങ്കാവൽ, മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ ചിത്രം. അതായത് അദ്ദേഹം അസുഖബാധിതനായിട്ട് തിരിച്ചു വന്നത്, അല്ലെങ്കിൽ അസുഖമൊക്കെ പൂർണ്ണമായി ഭേദമായി തിരിച്ചു വന്നതിന് ശേഷം റിലീസ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ ചിത്രമാണ് കളങ്കാവൽ എന്നത്. ആ ഒരു പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട്. അതോടൊപ്പം അദ്ദേഹം നെഗറ്റീവ് റോൾ ചെയ്യുന്നു എന്നൊരു പ്രത്യേകതയും ഈ ഒരു ചിത്രത്തിനുണ്ട്. ഞാനൊക്കെ ഈ ചിത്രത്തിന് ടിക്കറ്റ് എടുക്കുവാനായിട്ടുള്ള ഏറ്റവും മെയിൻ കാരണം റിയൽ സ്റ്റോറി അതൊക്കെ ഉണ്ടെങ്കിലും ഇദ്ദേഹത്തിൻ്റെ വില്ലനിസം കാണാൻ വേണ്ടി തന്നെയാണ് ഞാനൊക്കെ തിയേറ്ററിൽ, അല്ലെങ്കിൽ ഞാനൊക്കെ ഈ സിനിമ ടിക്കറ്റ് ബുക്ക് ചെയ്തതെന്ന് പറയാം. അപ്പം അദ്ദേഹത്തിൻ്റെ വില്ലനിസം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല, ഓക്കെയാണ്, നല്ലപോലെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനൊക്കെ ഒരു എക്സ്പെക്റ്റ് ചെയ്തൊരു പ്രമേയം അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലോട്ട് വന്നോ എന്ന് ചോദിച്ചാൽ വന്നിട്ടില്ല. പക്ഷേ എന്നാലും അദ്ദേഹം അസാധ്യ ഒരു നടനാണ്. അദ്ദേഹത്തിൻ്റെ റോൾ അദ്ദേഹം വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എക്സ്പെക്റ്റ് ചെയ്ത രീതിയിൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ്റെ ഒരു ലെവലിലേക്ക്, പേഴ്സണൽ ഒപ്പീനിയനാണ്, എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ലെവലിലേക്ക് പോയില്ല, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് സ്കോപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ അഴിഞ്ഞാടുവാനായിട്ട് അദ്ദേഹത്തെ വിട്ടില്ല, ഡയറക്ടർ വിട്ടില്ല എന്ന രീതിയിലാണ് എനിക്ക് തോന്നിയത്. മൈ പേഴ്സണൽ ഇതാണെന്ന് പറയാം. ഏതായാലും വില്ലനിസമൊക്കെ പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇതാണ് നമ്മളെയൊക്കെ തിയേറ്ററിലേക്ക് ആകർഷിക്കാനുള്ള ഏറ്റവും മെയിൻ കാരണം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് നെഗറ്റീവ് റോൾ ചെയ്യുന്ന സിനിമകൾ അടിപൊളിയായിരിക്കുമെന്നാണ്. മറ്റൊരു അഭിനേതാവ് വിനായകൻ, അദ്ദേഹത്തിൻ്റെ റോള് വളരെ മനോഹരമായി ചെയ്തു. പക്ഷേ ഇവർ തമ്മിലുള്ളൊരു കോമ്പിനേഷൻ, അല്ലെങ്കിൽ ക്ലൈമാക്സിലാണ് കുറച്ചുകൂടെ വിനായകന് പെർഫോം ചെയ്യാനായിട്ടുള്ളൊരു സ്കോപ്പ് കിട്ടിയെന്നാണ് എനിക്ക് തോന്നിയത് സിനിമ കണ്ടപ്പോൾ. പിന്നെ മറ്റഭിനേതാക്കളെല്ലാവരും അവരവരുടെ ജോലി വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിലേക്ക് വരുമ്പോൾ, ഫസ്റ്റ് ഹാഫ് ഒരു റിയൽ സ്റ്റോറി ആയതുകൊണ്ട് തന്നെ ഒരു സ്ലോ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതും ബിൽഡപ്പ് ചെയ്ത് പോകുന്നതും ഒക്കെ നമുക്ക് അവിടെ ഇവിടെയൊക്കെ കുറച്ച് ലാഗായിട്ട് തോന്നിയെങ്കിലും സെക്കൻഡ് ഹാഫ് അടിപൊളിയാണെന്ന് പറയാം. കാരണം സെക്കൻഡ് ഹാഫിൽ നമ്മളിങ്ങനെ തിയേറ്ററിൽ പിടിച്ചിരുത്തും, നമുക്ക് തന്നെ ഒരു ടെൻഷനാകും, അടുത്ത സീൻ എന്തായിരിക്കും സംഭവിക്കുക, അടുത്ത എന്തായിരിക്കും സംഭവിക്കുക, പിന്നെ ക്ലൈമാക്സ് എങ്ങനെയായിരിക്കും എന്നൊക്കെ രീതിയിലുള്ളൊരു സംഭവങ്ങളൊക്കെ സെക്കൻഡ് ഹാഫിലേക്ക് നമ്മുടെ മൈൻഡിലേക്ക് വരികയും ചെയ്യും. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഡാൻസ് അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് മൂവി പ്രതീക്ഷിച്ച് പോകുന്നവർക്ക് ഈ പടം ഒരു അത്ര സാറ്റിസ്ഫൈ നൽകുവാനായിട്ടുള്ള ചാൻസ് ഇല്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്. കാരണം വളരെ സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് സെക്കൻഡ് ഹാഫിലാണ് ഈ സംഭവം ചൂട് പിടിക്കുന്നതെന്ന് പറയാം, അല്ലെങ്കിൽ നമ്മളെ പിടിച്ചിരുത്തുന്നതെന്ന് പറയാം. എൻ്റെ ഡയറക്ടർ ജിതിൻ കെ ജോസ്, അദ്ദേഹം റിയൽ സ്റ്റോറികൾ ഇങ്ങനെ ചെയ്ത്, അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനത്തെ സിനിമകൾ എടുക്കുന്നതാണ് അദ്ദേഹത്തിന് താല്പര്യമെന്ന് തോന്നുന്നു. കുറുപ്പ് അദ്ദേഹമാണ് ഡയറക്റ്റ് ചെയ്തത്. ഇപ്പോഴിതാ ഇതും. പടം എങ്ങനെയുണ്ടെന്ന്, മൊത്തത്തിൽ എങ്ങനെയുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു എബോ ആവറേജ് ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. ആവറേജ്, എബോ ആവറേജ് എന്നൊക്കെ പറയാം, ആ ഒരു ലെവലിലാണ് എനിക്ക് കിട്ടിയത്. ഏതായാലും അതിന് മെയിൻ കാരണം എന്നൊക്കെ പറഞ്ഞാൽ ഞാനൊക്കെ ഈ എൻ്റർടൈൻമെൻറ്റ് സിനിമകൾ കൂടുതലും ഇഷ്ടപ്പെടുന്ന ആളാണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം എനിക്ക് അങ്ങനെ തോന്നിയെന്ന് തോന്നുന്നു. ഏതായാലും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് 2005 ഇതിൻ്റെ കഥ നടക്കുന്നത് തന്നെ, അതുകൊണ്ട് ആ ഒരു കാലഘട്ടമൊക്കെ സിനിമാറ്റോഗ്രാഫിയും കാര്യങ്ങളൊക്കെ ആണെങ്കിലും മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഫൈസലാണ് സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് മുച്ചീമ്മ ചെയ്താണ്. അദ്ദേഹം ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ അടിപൊളിയായിരുന്നു, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ചില ഫേസ് എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ, വില്ലനിസത്തിൻ്റെ ഇതൊക്കെ കാണിക്കുന്നതൊക്കെ വളരെ മനോഹരമായിട്ടുണ്ട്. പക്ഷേ എനിക്കെന്തോ പ്രമേയം പോലൊന്നും ഒരു സാറ്റിസ്ഫൈ തോന്നിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഏതായാലും വളരെ നല്ല രീതിയിലും മസ്റ്റ് വാച്ചാണ് ചിത്രം എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. കളങ്കാവൽ ഇത് കർണാടകയിൽ, ഇതിൻ്റെ റിയൽ സ്റ്റോറി എന്ന് പറഞ്ഞാൽ കർണാടകയിലെ സൈനൈഡ് മോഹൻ്റെ ആ ഒരു സ്റ്റോറിയാണ് റിയൽ സ്റ്റോറി. പക്ഷേ ഇത് സിനിമയിൽ എടുത്തിരിക്കുന്ന തമിഴ്നാട് അതിർത്തി നടക്കുന്ന കഥയായിട്ട് തന്നെ എടുത്തിരിക്കുന്നു. 2000 കാലഘട്ടത്തിലാണ് നടന്നതും, ഒറിജിനൽ കഥ നടന്നതും ഇത് ആ കാലഘട്ടത്തിൽ തന്നെയാണ് കാണിക്കുന്നതും. ഏതായാലും സൗത്ത് ഇന്ത്യ കണ്ട ഒരു ഭീകര കുറ്റവാളിയെ, അല്ലെങ്കിൽ ഇങ്ങനൊരു ആളുണ്ടെന്ന് തന്നെ അറിയുവാനായിട്ട്, അല്ലെങ്കിൽ ഇങ്ങനൊരു ആൾ ഉണ്ടെന്ന് തന്നെ പകുതി പേരും അറിയാനായിട്ടുള്ള കാരണമെന്ന് പറയുന്ന ഈ ഒരു ചിത്രമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും മമ്മൂട്ടി ഒരിക്കൽ കൂടി നെഗറ്റീവ് റോൾ ചെയ്താൽ അത് ചിത്രം വേറെ ലെവലാകും, അല്ലെങ്കിൽ ചിത്രം നല്ല കളക്ഷൻ നേടുമെന്ന കാര്യത്തിൽ ഒരിക്കൽ കൂടി അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്. മുൻ നെഗറ്റീവ് റോളുകളെ അപേക്ഷിച്ച് കുറച്ചൊന്ന് തീവ്രത കുറഞ്ഞു എന്നാണ് എനിക്ക് തോന്നിയത്. അതാണ്, ബാക്കി കാര്യങ്ങളൊക്കെ പടം ഓക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.